ഇല്ല, നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കാണാൻ കുഴപ്പമില്ലാത്തൊരു കുട്ടി, അത്രേ ഉള്ളൂ നമുക്ക്. പിന്നെ ഏജിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എൻ്റെ കയ്യും 1-2 വയസ്സ് കുറവ്, അത്രേ നമ്മൾ പ്രതീക്ഷിക്കുള്ളൂ. പിന്നെ മാരേജ് കഴിഞ്ഞാലും ഡിവോഴ്സ് ആണെങ്കിലും ബാധ്യതകളില്ലാത്തത് നമുക്ക് ഇഷ്ടപ്പെട്ട. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ എടപ്പാൾ അയിലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് കൃഷ്ണൻകുട്ടി ബ്രോനെ കാണാനാണ്. 39 വയസ്സാണ്. അത് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. കുറച്ച് രാത്രിയായി പോയെങ്കിലും ഇവിടുത്തെ സൗന്ദര്യം അടിപൊളിയാണ് കേട്ടോ. ഈ കാണുന്നതാണ് വീട്. ഒരു നല്ല ഓടിട്ട നല്ലൊരു തറവാട് വീട്, നല്ല വൈബുള്ളൊരു വീടാണ്. പക്ഷെ നമുക്ക് കല്യാണാലോചനകൾ വൈകുന്നതും ഈ വീടിനൊരു പങ്കുണ്ട് അല്ലേ? അതെ അതെ. വീട് ചെറുതാണ്. വീട് പഴയ വീടാണ്. അതെ, വീട് ചെറുതാണ്. അതെ, സൗകര്യങ്ങൾ കുറച്ച് കുറവാന്നുള്ളൊരു രീതിയിലുള്ള പ്രശ്നം അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു വിഷയം കൂടി വരുന്നുണ്ട്. പക്ഷേ ഈ വൈബൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ഒരുപാട്. പിന്നെന്ന് പറഞ്ഞാൽ ബ്രോ ഇപ്പോൾ ഇതാണ് കേട്ടോ കൃഷ്ണൻകുട്ടി ബ്രോ, നമ്മൾ പരിചയപ്പെടുത്താൻ വന്നു. നമുക്ക് വെളിച്ചത്തോട്ട് നിൽക്കാമല്ലോ. അപ്പോൾ പുള്ളി വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെ തന്നെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതെ അതെ. എന്നിട്ട് വേറെന്തൊക്കെയാണ് വിശേഷം? എന്ത് സുഖമായിട്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ എത്രയായി? ഹോസ്പിറ്റൽ ഫീൽഡിൽ ഞാൻ ഏകദേശം 1 വർഷം ആവുന്നുള്ളൂ. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 8 മക്കളാണ്. 8 മക്കൾ, 2 ആണുങ്ങളും 6 പെണ്ണുങ്ങളും. പെങ്ങന്മാരൊക്കെ കല്യാണം കഴിഞ്ഞില്ലേ? 6 പേരുടെയും കല്യാണം കഴിഞ്ഞു. ജ്യേഷ്ഠൻ്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെയാണ് കല്യാണം കുറച്ച് വൈകിയ 39 ആയതല്ലേ? അതെ, പെങ്ങന്മാരുടെ കാര്യം കഴിയാൻ വേണ്ടി കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ട് കുറച്ച് നീങ്ങിപ്പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ നോക്കിയിട്ടാണ് നമുക്ക് പറ്റിയതിട്ട് കിട്ടുന്നില്ല അല്ലേ? ഇല്ല, ഒരുപാട് തിരഞ്ഞു, 2-3 വർഷത്തോളം ഒന്നും എന്നിട്ട് ശരിയായില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ദൂരമൊക്കെ പ്രശ്നമുണ്ടോ? ഇല്ല, ദൂരമൊന്നും വിഷയമല്ല, പ്രശ്നമില്ല. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? നമുക്ക്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് 39 വയസ്സായി. അപ്പോൾ ഒരു 37 വരെയായാലും കുഴപ്പമില്ല. അതെ. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയത്, അതായത് നമ്മളുടെ ഉത്തരവാദിത്തം, അതിനെന്താ പറയുക, ബാധ്യത മക്കളൊന്നും ഇല്ലാത്തത് കുഴപ്പമില്ല. അത്യാവശ്യം നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഓക്കെ. അതെ. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം ഈ നമ്പറിൽ. എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ബാക്കി നിങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് നോക്കാം അല്ലേ? നമ്മൾ അനുയോജ്യമായിട്ടുള്ള ഏതാണെന്നുള്ള സംസാരിച്ചൊരു വൈബിലെത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ. നിങ്ങൾ എത്ര വരെയാണ് പഠിച്ചത്? ഞാൻ BSc ജിയോളജി പൊന്നാനി MS കോളേജിൽ, അത് കഴിഞ്ഞിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് തൃശ്ശൂർ FCയിൽ പഠിച്ചിട്ട് ഹൈദരാബാദ് 5 സ്റ്റാർ റിസോർട്ടിലായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് ക്യാൻസൽ ചെയ്ത് വന്നിട്ട് ഇവിടെ എടപ്പാൾ ഓട്ടോക്കേഡ് കഴിഞ്ഞു. മൊബൈൽ ഫോൺ ടെക്നീഷ്യനും പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറായിരുന്നു, കൊല്ലം മുതൽ കാസർഗോഡ് വരെ. അപ്പോഴൊന്നും പെങ്ങന്മാരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടല്ല, അതുകൊണ്ട് ആ സമയത്ത് മാരേജ് നോക്കിയില്ല. ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ ആ കമ്പനി പൂട്ടി. അപ്പോൾ അതിൽ നിന്ന് റിസൈൻ ചെയ്തു. അപ്പോൾ അതിനുശേഷം കുറച്ച് സമയം വണ്ടി ഫീൽഡായിരുന്നു. ഇപ്പോൾ 1 വർഷത്തോളമായി ഹോസ്പിറ്റലിലെ PR ആയിട്ട്. ഹോസ്പിറ്റലിലെ PR ആണ്. ഹോസ്പിറ്റലിൻ്റെ മൊത്തം ഇൻചാർജ്. അവിടുത്തെ എന്ത് കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും നോക്കുന്നു, ചെയ്തു കൊടുക്കുന്നു. ഡോക്ടേഴ്സിനായാലും പേഷ്യൻസിനായാലും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് നോക്കുന്നു ഞാനാണ്. നമ്മൾ പിന്നെ കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഓരോരുത്തരോട് ചോദിക്കും നിങ്ങളെ വയസ്സ് എത്രയാണ്. അപ്പോൾ ഒരു വയസ്സ് പറയും. അപ്പോൾ ചിലർക്ക് വയസ്സിനെക്കാട്ട് ഒരു പോളിപ്പ് ഉണ്ടാവും. അതായത് ഒരു രൂപം കാണുമ്പോൾ വയസ്സിനെക്കാട്ട് ഇത് തോന്നും. ശരിക്കും എനിക്ക് എത്ര വയസ്സാണെന്ന് അറിയാം? എനിക്ക് 33 വയസ്സാണ്. പക്ഷേ എല്ലാവരും 40 ആയില്ലേ, അങ്ങനെ ആയില്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവുമെങ്കിലും അങ്ങനെ മുഖത്ത് നോക്കി പറയലുണ്ട്. അതോരോരുത്തരുടെ ഒരു ശരീര പ്രകൃതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കൺവിൻസ് ചെയ്യിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇനി മുതൽ വയസ്സ് തെളിയിക്കുന്ന ഒരു രേഖ കാണിച്ചു തരാം എന്നുള്ളതുകൊണ്ടാണ്. ആരെയും കബളിപ്പിച്ചിട്ടും പറ്റിച്ചിട്ടൊന്നുമല്ല. നമ്മൾ ഒരു ആളെ കാണുമ്പോൾ ഓരോട് സംസാരിക്കും, ആത്മാർത്ഥതയിൽ ഓരോ കാര്യങ്ങൾ പറയാനാണ് പറയുക. പോലെ വയസ്സ് പറയും, അത് ഏൽപ്പിക്കുക. അല്ലാണ്ട് 41 പറഞ്ഞാൽ അത്രയൊന്നും പറയണ്ട, 30 പറഞ്ഞാൽ മതി എന്നൊന്നും നമ്മൾ പറയാറില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? 2ാമത്തെ ദിവസം ഭാര്യയ്ക്ക് തിരിയൂലേ? ഇപ്പോൾ ഈ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഇത് ID പ്രൂഫ് അങ്ങനെ പബ്ലിക് ഇതില്ലാത്തതുകൊണ്ട് ചില ഭാഗങ്ങൾ ബ്ലർ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, പക്ഷേ ചില ഭാഗം ബ്ലർ ചെയ്യും. ഇതിൻ്റെ അകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടോ, 1986 എന്നുള്ളത്. 86 എന്ന് പറയുമ്പോൾ ഒരു 40 വയസ്സാവൂലേ? പക്ഷേ 87 ആണ്. അതൊന്ന് കൊടുക്കുമ്പോൾ 86 കൊടുത്തതാണ്. ശരിക്കും 87 ആണ് അല്ലേ? 87. അപ്പോൾ അത് നിങ്ങളോട് ക്ലിയറായി തന്നതാണ്. ഇനിയുള്ള എല്ലാ വീഡിയോ എടുക്കുന്ന ആൾക്കാരും ആ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ID പ്രൂഫും കൂടെ നമ്മൾ ഇതിൽ കാണിക്കും. പക്ഷേ ഭാഗങ്ങളൊക്കെ ബ്ലർ ചെയ്തിട്ട് തന്നെയാണ് കാണിക്കുള്ളൂ. പിന്നെ ജസ്റ്റ് ആളുടെ ഫേസും ഡേറ്റ് ഓഫ് ബർത്തും കാണുന്ന രീതിയിൽ കേട്ടോ. നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളെ ഷോർട്ടായിട്ട് എന്നാ വിളിക്കുക ആൾക്കാർ? കൃഷ്ണൻകുട്ടി തന്നെയാണോ? മണികണ്ഠൻ എന്ന് വിളിക്കും. മണികണ്ഠൻ അല്ലെങ്കിൽ KK എന്ന് വിളിക്കും. അതെ. അപ്പോൾ KK കൃഷ്ണൻകുട്ടി അല്ലേ? അതെ.
അപ്പോൾ വേറെ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എങ്ങനെയുള്ള വധുവായിരിക്കണം? നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസെപ്റ്റോ കാര്യങ്ങളുണ്ടോ? ഇല്ല, നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കാണാൻ കുഴപ്പമില്ലാത്തൊരു കുട്ടി, അത്രേ ഉള്ളൂ നമുക്ക്. പിന്നെ ഏജിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എന്നെ കയ്യും 1-2 വയസ്സ് കുറവ്, അത്രേ നമ്മൾ പ്രതീക്ഷിക്കുള്ളൂ. പിന്നെ മാരേജ് കഴിഞ്ഞാലും ഡിവോഴ്സ് ആണെങ്കിലും ബാധ്യതകളില്ലാത്തത് നമുക്ക് ഇഷ്ടപ്പെട്ട ഓക്കെ. വീടിൻ്റെ കാര്യം ഇപ്പം അങ്ങനെയാണ്, ഇപ്പം നിങ്ങളെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അവിടെ ആയിരിക്കും. ആ രീതിയിലുള്ള നമ്മൾ വേറൊരു വീട് ഭാവിയിൽ നമുക്കൊക്കെ അല്ലേ ഒരു ബെറ്റർ അല്ല. ഇപ്പം നമ്മളവിടെ എന്തായാലും ഒരു വീട്, പഴയ വീട് പൊളിച്ചിട്ട് ഒരു പുതിയ വീട് കയറ്റിയിട്ട് മാരേജ് നടക്കില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് വീട് പൊളിച്ചിട്ട് വീട് മാറി കിട്ടുന്നതായി. അതെ, അങ്ങനെയൊക്കെയാണ്. തൽക്കാലം നമുക്ക് സ്റ്റേയും കാര്യങ്ങളും ഹോസ്പിറ്റലുണ്ട്, എല്ലാ ഫുഡ് അക്കോമഡേഷൻ എല്ലാം അവിടെയാണ്. അതെ. അല്ല, ഞാനൊരു കണക്ക് സമ്മതത്തിലുള്ള വ്യക്തിയാണ്. എനിക്ക് ജാതിയോ ജാതകമോ വിഷയമല്ല, ഞാനത് നോക്കുന്നില്ല. അതെ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. പിന്നെ വേറെ നമ്മൾ ഡിമാൻഡ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു പാവപ്പെട്ട പിന്നെ ജോലിയുള്ള കുട്ടിയാണെങ്കിൽ അതിന് വിടാനോ അതിനൊക്കെ നമ്മൾ ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാനും കുറച്ചൊക്കെ പഠിച്ച വ്യക്തി ആയതുകൊണ്ട് അതെ, പഠിച്ച കുട്ടികളുടെ നമ്മൾ കാര്യം ശരിയാവണമെങ്കിൽ അവർ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. അവർക്ക് ഇപ്പോൾ ജോലിക്ക് പോകാൻ താല്പര്യം ജോലിക്ക് പോവാം. അതെ, അത് പലരും പറയുന്ന പോലെ വെറുതെ ഒരു വെറും വാക്കല്ല. അതെ, ഒരുപാട് ഡിഗ്രീസ് കേട്ടപ്പോൾ നമ്മൾ കിട്ടിയില്ലേ? അത്രയും എഡ്യൂക്കേഷനും കാര്യങ്ങൾ PSC കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടോ? PSC എഴുതിയിരുന്നു, പിന്നെ ടൈം ഏകദേശം ഇതായപ്പോൾ വിട്ടു. അതെ. അപ്പോൾ നല്ലൊരു പൊസിഷനാണ് PR എന്ന് പറഞ്ഞാൽ. മറ്റേ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നല്ലൊരു വധു എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ അല്ലേ? വേറൊന്നും പറയാനില്ലല്ലോ നമുക്ക്? തീർച്ചയായിട്ടും. അതെ. പിന്നെ നല്ലപോലെ അന്വേഷിക്കണം. പലരും പല സ്ഥലത്തു നിന്നാണ് വിളിക്കുക. കല്യാണത്തിന് ശേഷമുള്ളൊരു കാര്യത്തിന് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ എൻ്റെ ഭാഗം പറയാം, നമ്മളൊരു കുട്ടിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിനെ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ലപോലെ നോക്കുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. അതെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും. അപ്പോൾ ഫ്രണ്ട്സ്, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ കേക്ക് നല്ലൊരു അത് എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. പിന്നെ എഡ്യൂക്കേഷൻ ലെവലായാലും പുള്ളി അത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും നമ്മളങ്ങനെ ഓവർ എഡ്യൂക്കേഷൻ വേണം അങ്ങനത്തെ ഡിമാൻഡ് കാര്യമൊന്നും നമ്മൾ വെക്കുന്നില്ല. ഇനിയിപ്പോൾ പഠിക്കുന്ന എന്താ കുട്ടികളാണെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളും അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട്. പക്ഷെ പഠിച്ച കുട്ടികളെ പഠിക്കണം എന്നുള്ള കുട്ടികളാണെന്ന് പഠിക്കാൻ വിടാനൊന്നും നമുക്ക് വിഷയമൊന്നും ഇല്ല അല്ലേ? ജോലിയും കാര്യങ്ങളാണ്, എല്ലാത്തിനും ഒരു ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ പുള്ളി നല്ല ഫ്രണ്ട്ലി ആണ് ആൾ. ഇപ്പോൾ എല്ലാവരുമായിട്ട് നല്ല ബന്ധവും കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ പെങ്ങന്മാരുടെ വിവാഹം കാര്യങ്ങളൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റി അങ്ങനെ ലേറ്റ് ആയതാണ് കാര്യം. അപ്പോൾ ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലേറ്റ് ഒന്നും ആയിട്ടില്ല. 39, 40 എന്നെല്ലാം പറഞ്ഞ വലിയ ഏജ് ഒന്നും അല്ല. അപ്പോൾ ആലോചനകൾ വരട്ടെ. നമുക്ക് ദൂരവും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു പെൺകുട്ടി ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പെൺകുട്ടികളുണ്ടാവും വിവാഹം വൈകിയവരുണ്ടാവും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കൊണ്ട്. അതല്ലെങ്കിൽ ഒരുപാട് പഠിച്ചിട്ട് കല്യാണം വൈകിയവരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വൈബിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ പുള്ളിക്കുണ്ട്. അപ്പോൾ അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ബാക്കി നിങ്ങൾ നേരിട്ട് അന്വേഷിച്ചിട്ട് മുമ്പോട്ട് വരിക. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.